ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? ഈ വീഡിയോയിൽ ഞാൻ വള്ളംകളിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പറയുന്നത്. ഇന്ന് നവംബർ 7. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഇന്ന് ശാസ്ത്ര പ്രതിഭകളായ മേരി ക്യൂറി, CV രാമൻ, ലിസെ മേറ്റ്നർ തുടങ്ങിയവരുടെ ജന്മദിനമാണ്. ആദ്യം നമുക്ക് എന്താണ് നെഹ്റു ട്രോഫി വള്ളംകളി? കേരളത്തിലെ പ്രധാന ജലമേളകളിലൊന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിൽ വർഷത്തിലൊരിക്കൽ അരങ്ങേറുന്ന ഈ ജലോത്സവം ഒട്ടനവധി മറുനാടൻ വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തെ 2ാം ശനിയാഴ്ച അരങ്ങേറുന്നു. അപ്പോൾ അവിടെ ഒരു പ്രധാന പോയിന്റ് എന്താണ് വന്നിട്ടുള്ളത്? നെഹ്റു ട്രോഫി വള്ളംകളി എല്ലാ വർഷവും ഏത് മാസത്തിലാണ് നടക്കുന്നത്? ഓഗസ്റ്റ് മാസം 2ാം ശനിയാഴ്ച. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് കേരള സർക്കാർ പ്രത്യേകം ഒരുക്കിയ ചുണ്ടൻ വള്ളം കളി മത്സരത്തോടെയാണ് നെഹ്റു ട്രോഫിയുടെ ചരിത്രം ആരംഭിക്കുന്നത്. 1952 ഇത്. 1952 ഡിസംബർ 27 ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിലാണ് മത്സരം അരങ്ങേറിയത്. ചുണ്ടൻ വള്ളങ്ങളുടെ തുഴയെറിഞ്ഞുള്ള പോരാട്ടം ആവേശത്തോടെ വീക്ഷിച്ച നെഹ്റു മത്സരാന്ത്യത്തിൽ സകല സുരക്ഷാ ക്രമീകരണങ്ങളും കാറ്റിൽ പരത്തി വള്ളംകളിയിൽ ഒന്നാമതെത്തിയ നടുഭാഗം ചുണ്ടനിൽ ചാടിക്കയറി. നെഹ്റുവിൻ്റെ ഈ ആഹ്ലാദ പ്രകടനം അംഗീകാരമായി കരുതിയ വള്ളംകളി പ്രേമികൾ അദ്ദേഹത്തെ ചുണ്ടൻ വള്ളങ്ങളുടെ അകമ്പടിയോടെ കൊച്ചി വരെ എത്തിച്ചു യാത്രയാക്കി. ഇനി എന്താണ് ചുണ്ടൻ വള്ളം? വള്ളം കളിക്ക് ഉപയോഗിക്കുന്ന പ്രധാന വള്ളമാണ് ചുണ്ടൻ വള്ളം. ആഘോഷങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള പ്രത്യേകതരം വള്ളമാണ് ചുണ്ടൻ വള്ളം. കേരളത്തിൻ്റെ പ്രധാന സാംസ്കാരിക ചിഹ്നങ്ങളിലൊന്നാണ് ചുണ്ടൻ വള്ളം. ഇംഗ്ലീഷിൽ സ്നേക്ക് ബോട്ട്. ചുണ്ടൻ വള്ളങ്ങൾക്ക് 100 മുതൽ 158 അടി വരെ നീളം കാണും. വള്ളത്തിൻ്റെ പിൻഭാഗം ജലനിരപ്പിൽ നിന്ന് 20 അടി ഉയരത്തിലായിരിക്കും. മുൻഭാഗം നീളത്തിൽ കൂർത്തിരിക്കുന്നു. ചുണ്ടൻ വള്ളത്തിൻ്റെ രൂപം പത്തി വിടർത്തിയ ഒരു പാമ്പിനെ അനുസ്മരിപ്പിക്കുന്നു. വള്ളത്തിൻ്റെ പള്ള നിർമ്മിക്കുന്നത് 83 അടി നീളവും 6 ഇഞ്ച് വീതിയുമുള്ള തടിക്കഷ്ണങ്ങൾ കൊണ്ടാണ്. ചുണ്ടൻ വള്ളം നിർമ്മിക്കുന്നത് 3 പലകകൾ കൂട്ടിച്ചേർത്താണ്. മാതാവ് എന്ന 2 പലകകളും ഏരാവ് എന്ന പേരിലെ മറ്റൊരു പലകയും മെഴുക് രൂപത്തിൻ്റെ ചെഞ്ചല്യം പശയാണ് പലകകൾ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്നത്. പരമ്പരാഗതമായി ഒരു നമ്പൂതിരിയാണ് ചുണ്ടൻ വള്ളത്തിൻ്റെ അമരക്കാരൻ. അമരക്കാരൻ്റെ കീഴിൽ 4 പ്രധാന തുഴക്കാർ കാണും. ഇവർ 4 വേദങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. 12 അടി നീളമുള്ള തുഴക്കോല് കൊണ്ട് ഇവരാണ് വള്ളത്തിൻ്റെ ഗതി നിയന്ത്രിക്കുക. ഇവർക്ക് പിന്നിലായി ഒരു വരിയിൽ 2 പേര് എന്ന വണ്ണം 64 തുഴക്കാർ ഇരിക്കുന്നു. 64 കലകളെയാണ് ഇവർ പ്രതിനിധാനം ചെയ്യുന്നത്. ചിലപ്പോൾ 128 തുഴക്കാർ കാണും. അവർ വഞ്ചിപ്പാട്ടിനൊത്ത് താളത്തിൽ തുഴയുന്നു. സാധാരണയായി 25 പാട്ടുകാർ കാണും. വള്ളത്തിൻ്റെ നടുവിൽ 8 പേർക്ക് നിൽക്കുവാനുള്ള സ്ഥലമുണ്ട്. 8 ദിക്കുകളുടെയും രക്ഷകരായ അഷ്ടദിക്കം പാലകരെയാണ് ഇവർ പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് ഐതിഹ്യം. ഡൽഹിയിലെത്തിയ ശേഷം സ്വന്തം കയ്യൊപ്പോടുകൂടി വെള്ളിയിൽ തീർത്ത ചുണ്ടൻ വള്ളത്തിൻ്റെ മാതൃക നെഹ്റു അയച്ചു തന്നു. ഈ മാതൃകയാണ് വിജയികൾക്കു നൽകുന്ന നെഹ്റു ട്രോഫി. തുടക്കത്തിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു വള്ളംകളി അറിയപ്പെട്ടിരുന്നത്. 1969 ജൂൺ 1 കൂടിയ വള്ളംകളി സമിതി നെഹ്റുവിനോടുള്ള ആദരവ് കാരണം കപ്പിൻ്റെ പേര് നെഹ്റു ട്രോഫി വള്ളംകളി എന്നാക്കി മാറ്റി. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ് ഇവിടെ പ്രധാനമെങ്കിലും മറ്റുള്ളവയുമുണ്ട്. ഓടി, വെപ്പ്, ചുരുളൻ എന്നീ വിഭാഗങ്ങളിലായി ഒട്ടേറെ വള്ളങ്ങളും മത്സരത്തിനിറങ്ങും. ഓരോ വിഭാഗത്തിലെയും ജേതാക്കൾക്കും പ്രത്യേക സമ്മാനങ്ങളുമുണ്ട്. വഞ്ചിപ്പാട്ട്. പണ്ട് കാലത്ത് ആളുകൾ വഞ്ചികളിലാണ് ചരക്കുകൾ അന്യദേശത്തിലേക്ക് എത്തിച്ചിരുന്നത്. അക്കാലത്ത് ആളുകൾ യാത്ര രസകരമാക്കാനും വഞ്ചി തുഴച്ചിലിൻ്റെ ആയാസം കുറയ്ക്കുന്നതിനുമായി ചൊല്ലിയ
വായ്ത്താരികളാണ് വഞ്ചിപ്പാട്ടിൻ്റെ തുടക്കം. എന്നാൽ വഞ്ചിപ്പാട്ടിനെ ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയത് രാമപുരത്ത് വാര്യരും അദ്ദേഹത്തിൻ്റെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടുമാണ്. എന്താണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്? ഒരിക്കൽ തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വൈക്കം ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ രാമപുരത്ത് വാര്യരെയും കൂട്ടി അലങ്കരിച്ച ജലവാഹനത്തിനുള്ള ഈ യാത്രയ്ക്കിടെ താൻ എഴുതിയ ഏതാനും ശ്ലോകങ്ങൾ വാര്യർ രാജാവിനെ പാടിക്കേൾപ്പിച്ചു. കുചേലവൃത്തത്തിലെ വരികളായിരുന്നു വാര്യർ പാടിയത്. തുഴക്കാരുടെ താളത്തിനൊത്ത് വഞ്ചിയിലിരുന്ന് പാടിയത് കൊണ്ട് വഞ്ചിപ്പാട്ട് എന്ന് പേര് വന്നതാണെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. ഭാഗവതം രാമപുരത്ത് വാര്യർ എഴുതിയ പ്രസിദ്ധമായ വഞ്ചിപ്പാട്ടാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. വഞ്ചിപ്പാട്ട് വൃത്തം എന്നറിയപ്പെടുന്ന നദോന്നതയിലാണ് കുചേലവൃത്തം രചിച്ചിട്ടുള്ളത്. താനും ഉയർന്നും പോകുന്ന വഞ്ചിയുടെ തുഴ താളത്തിനനുസരിച്ച് നദോന്നത, നദ ഉന്നത വൃത്തത്തിലാണ് രാമപുരത്തു വാര്യർ വഞ്ചിപ്പാട്ട് രചിച്ചത്. നദോന്നത പിന്നീട് വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തമായി മാറി. ഇനി എന്താണ് വഞ്ചിപ്പാട്ട്? അപ്പോൾ നമുക്കിവിടെ ഒരു വഞ്ചിപ്പാട്ട് പാടി നോക്കാം. കുട്ടനാടൻ പുഞ്ചയിലെ തിത്തൈ തകതെയ്തോം, കൊച്ചു പെണ്ണെ കോയിലാളെ തിത്തൈ തകതെയ്തോം, കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം, ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതെയ്തോം, ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതെയ്തോം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ ഈ പാട്ട് ചൊല്ലി രസിക്കണം.